മലപ്പുറം കീഴുപറമ്പ് പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ ലോഡ് കണക്കിന് ആശുപത്രി മാലിന്യങ്ങൾ തള്ളി. പ്രവർത്തനം നിലച്ച ക്വാറിയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. പരാതി കൊടുത്തിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് കീഴുപറമ്പ് പഞ്ചായത്തിലെ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. മലപ്പുറം കീഴുപറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ മുടിക്കപ്പാറയിൽ ഉപയോഗശൂന്യമായ ക്വാറിയിൽ രാത്രിയുടെ മറവിലാണ് ആശുപത്രി വേസ്റ്റ് അടക്കമുള്ള ലോഡ് കണക്കിന് മാലിന്യങ്ങൾ തള്ളിയത്. 20 വർഷത്തോളമായി പ്രവർത്തനം നിർത്തിയ ക്വാറിയിലാണ് മാലിന്യം തള്ളിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് മലിനജലം പുറത്തേക്ക് ഒഴുകാനും തുടങ്ങിയിട്ടുണ്ട്. സമീപത്തെ കിണറുകളിലേക്കും ജലാശയങ്ങളിലേക്കും മലിനജലം ഒഴുകിയതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പോകുന്ന വഴി ഈ വെള്ളം പോകുന്ന വഴിയൊക്കെ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിലൂടെ ചവിട്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ ആൾക്കാർ നടന്നു പോകണതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിന് പെട്ടെന്നൊരു നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചായത്ത്, പോലീസ് സ്റ്റേഷൻ, ഹരിത കേരളം കോർഡിനേറ്റർ, ഹരിത കർമ്മസേന, മന്ത്രി എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. മാലിന്യം തള്ളിയവരുടെയും വാഹനങ്ങളുടെയും അടക്കം വിവരങ്ങൾ നൽകിയിട്ടും അവർക്കെതിരെ യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കീഴുപറമ്പ് പഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് പരിസ്ഥിതി പ്രവർത്തകൻ ഹമീദ് അലി മാഷ് ഉദ്ഘാടനം ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വരം മുതലുള്ള എല്ലാ ജലജന്യ രോഗങ്ങളും പെരുകുന്ന ഈ കാലത്ത് ഇത്ര വലിയ കോടാനകോടി ലിറ്റർ വെള്ളം ഒഴുകി വിടുന്ന ഒരു മലയുടെ ചെരുവിൽ വേസ്റ്റുകൾ കൊണ്ടുപോയി തട്ടിയിട്ട് ആ തട്ടിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് ജനകീയ സമിതി പ്രവർത്തകർ. അമൃത ന്യൂസ്, മലപ്പുറം.